നമസ്കാരം. നമ്മുടെ എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻട്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം നമ്മുടെ +2 ലെവലിലുള്ള പ്രോബ്ലംസുകളായിരിക്കണമെന്നില്ല. അതിനേക്കാളും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ചെയ്യാത്ത മെത്തേഡ്സുകളും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കൂടെ വേണം മിക്ക ക്വസ്റ്റ്യൻസുകളെയും കാണാൻ. പിന്നെ നിങ്ങൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇത് വളരെ വളരെ സ്പീഡിൽ ഈസി ആയിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊന്ന് ഈ ടൈമിലൊന്ന് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നല്ലൊരു റാങ്ക്. ഓക്കെ, നിങ്ങളുടെ നല്ലൊരു റാങ്ക് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവിതം ഉറപ്പിച്ചു, മീൻസ് നല്ലൊരു ജോലി ഉറപ്പിച്ചു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. നമ്മുടെ കീം, NDA, JEE ഇതേപോലെ ഒത്തിരി എക്സാംസ് ഉണ്ട്. കുസാറ്റ് ഉണ്ട്, CUT ഉണ്ട്, കുറേ എൻട്രൻസ് എക്സാംസുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആ രീതിയിൽ കൂടെ വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെ കരുതാൻ. പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ മുന്നിൽ കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് തരുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. സിമ്പിളായിട്ട് സൂപ്പറായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളെയും മനസ്സിലാക്കി മെറ്റീരിയലും തന്നുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, integral dx by root of x plus 1 minus root x dx. Integral dx by root of x plus 1 minus root x dx. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനെ കാണുമ്പോൾ ചിലർക്ക് കത്തും കേട്ടോ. ഞാനിത് ചിലർക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കത്താറുണ്ട്. ഈ റൂട്ടുകളുടെ കണ്ടോ, ടേംസ് കണ്ടോ, x+1 ഇത് x കണ്ടോ, ഇതിൻ്റെ വ്യത്യാസം ഈ റൂട്ടിനുള്ളിൽ കിടക്കുന്നവരുടെ വ്യത്യാസം ഒന്നാണ് മോനെ. ഇവിടെ x+1, അവിടെ x. അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചാൽ 1 ആണ്. അതാണ് ഇതിൻ്റെ ക്ലൂ. ഓക്കെ, അപ്പോൾ ഈ DX ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ DXനെ പിടിച്ച് അങ്ങോട്ടങ്ങ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് 1/, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റിനെ അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x+1 മൈനസ് റൂട്ട് x ഇതായിരുന്നല്ലോ. ഇനി ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് താഴെയും മണ്ടിക്കും അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. കോഞ്ചുഗേറ്റ് അറിയാം എല്ലാവർക്കും. റൂട്ട് ഓഫ് x+1 പ്ലസ് റൂട്ട് x, അതുകൊണ്ട് താഴെയും മണ്ടിക്കും അങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് പണി അങ്ങ് മാറുകയാണ്. പ്രോബ്ലം വളരെ സിമ്പിളാവും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ ഈസ് ഇൻ ദ ഫോം ഓഫ് a plus b into a minus b square minus b square root x+1 the whole square minus root x the whole square x+1 minus x ക്യാൻസലായി 1 ആവും ഡിനോമിനേറ്റർ. ഓക്കെ, അതാണ് ഇതിൻ്റെ മുന്ന് വരെയുള്ള നമ്മളുടെ ആ മനസ്സ് അവിടം വരെ എത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ റൂട്ട് ഓഫ് x+1 പ്ലസ് റൂട്ട് x എന്ന് മാത്രം എഴുതുന്നുണ്ട്. ഇവനെ മാത്രം, ഇതെല്ലാം പോയി, ഇവനെല്ലാം വെട്ടിപ്പോയി. ഒന്നൊന്നായി മോനെ. ആ ഒന്നൊന്നാകുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടണം. എന്തുകൊണ്ടാണ്? a മൈനസ് ബി, a പ്ലസ് ബി, അപ്പോൾ a² മൈനസ് b² റൂട്ട് x+1 the whole square minus root x². root x+1 the whole square becomes x+1, root x² becomes x. അപ്പോൾ x+1 മൈനസ് x വെട്ടിപ്പോയി 1 ആയി. അത് മനസ്സിൽ വേണം, ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കൂടെ ആ സ്റ്റെപ്പുകൾ ഓടിച്ചുകൊണ്ട് പോകണം. ഓക്കെ, അപ്പോൾ 1 ആയിക്കൊണ്ട് നമ്മുടെ ആ ഡിനോമിനേറ്റർ ഇല്ലാതായി. ഇപ്പോൾ നോക്കിക്കുമ്പോൾ 2 ടേംസ് റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ പോലെ. വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് എക്സ്? എളുപ്പം പറ, റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ x⁻²/3/2. അപ്പോൾ റൂട്ട് ഓഫ് x+1 ഇൻ്റഗ്രൽ x+1^3/2/3/2 പ്ലസ് റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ x⁻³ ഇത് തിരിച്ചെടുമ്പോൾ ആരായിട്ട് മാറും മോനെ? 2/3 ഇൻറ്റു ഇവിടെയും 2/3 കോമൺ എടുത്തു. ബാക്കി x+1^3/2 പ്ലസ് x⁻³/2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ആൻസറിലോട്ട് പോയി നോക്കാൻ പോയപ്പോൾ ആൻസർ ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ മോനെ. നോക്കിക്കേ, ആൻസർ ഉണ്ടോ? 2/3 ഉണ്ട്. ബട്ട് നോക്കിക്കേ, x+1^3/2 a⁻³/2. വാട്ട് ഈസ് a⁻³ എളുപ്പം പറ, a√a എന്നാണ്. ഓക്കെ, മറന്നു പോകരുത്. a⁻³ ഈസ് a ഇൻറ്റു റൂട്ട് എ. അപ്പോൾ x+1^3/2 ഈസ് x+1 ഇൻറ്റു റൂട്ട് ഓഫ് x+1. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. പ്ലസ് x⁻³ x ഇൻറ്റു റൂട്ട് x. 2/3 പുറത്തുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അടുത്ത 2 ചോദ്യങ്ങൾ, അടുത്ത 2 പ്രോബ്ലം വളരെ സിമ്പിളാണ്. ബട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ ഇത് കഴിയുമ്പോൾ ഉറപ്പിച്ച് എളുപ്പമാണെന്ന് പറയും, മനസ്സിലായെന്ന് പറയും, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നും പറയണം. അങ്ങനെയാണെങ്കിലും പഠിത്തം. ഓക്കെ, ഇൻ്റഗ്രൽ a⁻³ into b⁻5x dx. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് നമുക്ക് പ്രോഡക്റ്റ് റൂൾ വല്ലതും ആയിരിക്കും. a⁻³ into b⁻5x നമ്മൾ പ്രോഡക്റ്റ് റൂൾ ആയിരിക്കും. ഒരിക്കലും പ്രോഡക്റ്റ് റൂളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പഠിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് കാണുമ്പോൾ അങ്ങ് ക്ലിയർ ആയിട്ട് മാറും.
ഫസ്റ്റ് ടേം a raised to 3x. a raised to 3x can be written as a cube whole raised to x. ഓക്കെ, ഈ വരെ നമുക്ക് a cube whole raised to x. അങ്ങനെയാണെങ്കിൽ b raised to 5x എന്തായിരിക്കും? b raised to 5 whole raised to x. That's all. ഓക്കെ, b raised to 5 whole raised to x dx. അവിടെ വരെ എത്തി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊന്ന് മനസ്സിലായി. ഇപ്പോൾ നോക്കിക്കേ, a ക്യൂബിൻ്റെയും b raised to 5-ൻ്റെയും ഹോൾ പവേഴ്സുകൾ സെയിം ആമോനെ. അപ്പോൾ ഇത് ഈ റിസൾട്ട് പോലാണ് a raised to m into b raised to m, that is a into b whole raised to m എന്ന് എഴുതാം. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് a ക്യൂബ് ഇൻറ്റു b raised to 5 whole raised to x dx. ഇങ്ങനെയായി കണ്ടോ. അപ്പോൾ ഇതിന് രണ്ടിനൂടെ ചേർത്ത് ഒരൊറ്റ ബ്രാക്കറ്റിനുള്ളിൽ raised to x. ഇപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിൽ ഏത് റിസൾട്ടാണ് നോക്കിക്കേ, ഇൻ്റഗ്രൽ a raised to x. വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് a raised to x? a raised to x by log a. ഓക്കെ, a raised to x by log of a. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾ a ആയിട്ട് ചേർന്ന സിംഗിൾ a raised to x ആൻസർ വരുമ്പോൾ a ക്യൂബ് ഇൻറ്റു b raised to 5 ഹോൾ raised to x by log of a. a is a ക്യൂബ് ഇൻറ്റു b raised to 5. ഓക്കെ, പ്ലസ് a കഴിഞ്ഞു. ഇനി ചിലപ്പോൾ ആൻസറിനുള്ളിൽ ചിലപ്പോൾ ഇവനെയൊക്കെ ഇച്ചിരൂടെ സിംപ്ലിഫൈഡ് ആണെങ്കിൽ അതിലോട്ട് ഓടിക്കണം. നമ്മളപ്പോൾ ആൻസർ ഞാനിപ്പോൾ ഇവിടെ എഴുതാഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ വേറെ രീതിയിൽ കൂടെ ആയിരിക്കും. ഇവിടെ മേലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് പോകാം, കാരണം ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 + 2 tan x ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്? sec x + tan x. ഇവർ ഈ സീക്കിൻ ടാനും കാണുമ്പോൾ ഓർത്തോണം, ഇതൊക്കെയോ അവർ തമ്മിൽ ബന്ധുക്കളൊക്കെ കേട്ടോ, ഭയങ്കര അടുപ്പ ബന്ധുക്കളാണ് സീക്കിൻ ടാനും ഒക്കെ. അപ്പോൾ നമുക്ക് അവനെയൊക്കെ ഇവിടെ ഉപയോഗിക്കാം, ആ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്. ഓക്കെ, ആദ്യം അങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 1 + 2 tan x ഇൻറ്റു sec x. 2 tan x sec x. ഓക്കെയാ. അടുത്ത എന്താ പറയുക? 2 tan x ഇൻറ്റു tan x 2 tan സ്ക്വയർഡ് എക്സ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് ഓക്കെ ആയിട്ടുണ്ട്, മനസ്സിലായി. ഇതുകൊണ്ടെന്താ ഇനി അടുത്ത പണിയെന്ന് പറ അതില്ലേ, അല്ല ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. അവിടുന്ന് നമ്മൾ ഒരാളെ ഇങ്ങോട്ട് അടത്തി മാറ്റണം. ഇവിടെ 2 tan സ്ക്വയർ എക്സ് ഉണ്ട്, 2 tan സ്ക്വയർ എക്സ്. അവിടെ നമ്മൾ ഒരു tan സ്ക്വയർഡ് എക്സിനെ എടുക്കണം. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒരു tan സ്ക്വയർഡ് എക്സിനെ എടുത്തിട്ട് ഈ 1 വായിച്ച് ചെയ്യുമ്പോൾ എളുപ്പം. 1ഉം ഇവിടുന്ന് ഒരു tan സ്ക്വയർ എക്സ് ഇവിടെ വായിച്ചാൽ 1 + tan സ്ക്വയർഡ് എക്സ് ബിക്കം sec സ്ക്വയർഡ് എക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുവാണ്, ഇവനും ഇവിടുന്നുള്ള ഒരു tan സ്ക്വയർഡ് എക്സ് കൂടെ ചേർത്ത് റൂട്ടിനുള്ളിൽ ആരായിട്ട് മാറ്റി? sec സ്ക്വയർഡ് എക്സ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മൾ എൻട്രൻസ് പഠിക്കുമ്പോൾ എല്ലാ സ്റ്റെപ്പും നിങ്ങളെ കാണിക്കരുത്, കാണിക്കണം മനസ്സിൽ കൂടെ. സ്റ്റെപ്പ് എഴുതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്ലോ ആവും. ഓക്കെ, അപ്പോൾ ഇവനും ഇതിനുള്ളിൽ ഒരാളോട് ചേർന്ന് ഇതായി. നടുക്കത്തെ ടൈം അത് തന്നെ, 2 tan x ഇൻറ്റു ആരാ? sec x. ഇവിടെ ആരുണ്ട് ഇനി? ബാക്കി ഒന്ന് ആലോചിച്ചേ. ബാക്കി എളുപ്പം ആലോചിക്കുക. 2 tan സ്ക്വയർഡ് എക്സ് എന്ന് ഒരാളെങ്കിൽ എടുത്തായിരുന്നു, ബാക്കി ഒരു tan സ്ക്വയർഡ് എക്സ് ഉണ്ട് പോനെ, അതങ്ങോട്ട് എഴുതി. ഇപ്പം നിങ്ങൾ ഈ ബ്രാക്കറ്റ് റൂട്ടിനുള്ളിൽ കിടക്കുന്നവനെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് പറയും മോനെ, റൂട്ടിനുള്ളിൽ c സ്ക്വയർ എക്സ് 2 sec x tan x tan സ്ക്വയർ എക്സ് a സ്ക്വയർ 2ab b സ്ക്വയർ a + b the whole square. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് sec x + tan x the whole square. സ്ക്വയർ റൂട്ടോടെ ക്യാൻസലായി. ബാക്കി sec x + tan x രണ്ടിൻ്റെ ഇൻ്റഗ്രൽ അറിയാം. sec x-ൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു? log sec x + tan x. ഓക്കെ, log sec x + tan x ആണ്. tan x-ൻ്റെ ഇൻ്റഗ്രൽ log sec x + c. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് log a + log b എന്നോ log of a × b ഒക്കെ അപ്ലൈ ചെയ്യാം. അതൊക്കെ ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്തു. 3 അടിപൊളിയാണെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം മീൻസ് പ്രയോജനമുള്ളതാണ്, പുതിയ ക്വസ്റ്റ്യൻസുകളാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോനെ ഒരാളോട്ടും ഷെയർ ചെയ്യുക. എല്ലാവരിലോട്ടും എത്തുമ്പോൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. കൂടുതൽ ആൾക്കാർ നല്ല രീതിയിൽ കൂടെ എൻട്രൻസിനെ കൈകാര്യം ചെയ്യും. ഓക്കെ, ഗുഡ് ബൈ.